ഡെയിലി സെക്സ് ചെയ്യുന്നത് തെറ്റാണോ, അല്ലെങ്കിൽ അവരുടെ ദാമ്പത്യം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഡെയിലി സെക്സ് ചെയ്യുന്നതാണോ നല്ലത്? നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ, നിങ്ങളുടെ പാർട്ട്ണർ ഓക്കെ ആണെങ്കിൽ, നിങ്ങൾ മെൻ്റലി ഒക്കെ ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി സെക്സ് ചെയ്യുന്നില്ല. ഡെയിലി സെക്സ് ചെയ്യുന്നതിൽ ഹെൽത്തിയാണ്. ഓക്കെ, വളരെ ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഡെയിലി സെക്സ് ചെയ്യുന്നതുകൊണ്ട് എന്താണ് പ്രശ്നമുള്ളത്? ഒരു പ്രശ്നമില്ല. സെക്സ് ചെയ്യുന്നത് ഏറ്റവും നമുക്ക് എത്ര ഹോർമോൺ റിലീസ് ആവുന്നുണ്ട്, സ്ട്രെസ്സ് കുറയുന്നുണ്ട്, നല്ല ഉറക്കം കിട്ടുന്നുണ്ട്. അത് മാത്രമല്ല, പാർട്ട്നേഴ്സ് തമ്മിലുള്ള ഒരു ഇമോഷണൽ കണക്ഷൻ ഇല്ലേ, നമ്മൾ പറയാമല്ലോ ഒരു എന തുണ എന്നൊക്കെ പറയുന്ന ഒരു പുതപ്പ് പോലെയാണെന്ന് പറയാറില്ലേ. ഡെയിലി സെക്സ് എന്ന് മാത്രമല്ല, കീപ്പ് ഇൻ ടച്ച്. നിങ്ങൾ ബെഡിൽ നിന്ന് മാറിക്കിടക്കാതിരിക്കുക. വൺസ് നിങ്ങൾ മാറിക്കിടന്ന പിന്നെ പുരുഷനും സ്ത്രീക്കും അത് ശീലമാവും. പിന്നെ ആ ആളില്ലാതെയും ജീവിക്കാമെന്ന് പറയുന്ന, ഞാൻ എൻ്റെ വരുന്ന കപ്പിൾ സെഷനൊക്കെ എല്ലാവരോടും പറയുന്ന ഒരു കാര്യം, നിങ്ങൾ എന്ത് വഴക്ക് വേണമെങ്കിലും ഉണ്ടായിക്കോ, പക്ഷെ മാറിക്കിടക്കരുത്. വൺസ് നിങ്ങൾ മാറിക്കിടന്ന ബോഡിയും ബ്രെയിനും അത് പഠിക്കും. അപ്പോൾ മാറിക്കിടക്കാതിരിക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഡെയിലി 1, 2, 3 ഒക്കെ ആവുകയാണെങ്കിലും അത് പ്രശ്നമല്ല. പക്ഷെ നമുക്ക് എപ്പോഴും അത് പറ്റിയെന്ന് വരില്ല. നമ്മൾ ജോലിക്ക് പോകുന്നവരാണ്, ടൈം പീരീഡ് വെച്ചിട്ടാണ് സെക്സ് ചെയ്യുക. ഞാൻ വെള്ളിയാഴ്ചയാണ് സെക്സ് ചെയ്യുക, എന്ത് വെള്ളിയാഴ്ച എന്താണ് സെക്സ് ചെയ്യുക? അപ്പോൾ അങ്ങനെയല്ല. ഒരു ഗ്രേറ്റ് സെക്സ് എന്ന് പറയുന്നത് ആക്ച്വലി നമ്മൾ ഇന്ന് രാത്രി സെക്സ് ചെയ്യുകയാണെന്ന് വിചാരിച്ചു, അപ്പോൾ കോളിലൂടെയോ റൊമാൻസ് ആയിക്കോട്ടെ, അതിനൊരു പ്രിപ്പറേഷൻ വേണം. മീൻസ് ലൈക്ക് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സാരി യൂസ് ചെയ്യുന്നത്, ലിഞ്ചറീസ് യൂസ് ചെയ്യുന്നത്, ഡിഫറെൻറ്റ് ഒരേ കട്ടിൽ ഒരേ കിടക്ക ഇത് കാണുന്നതിനേക്കാൾ ഡിഫറെൻ്റ് ആയിട്ട് നമ്മൾ ആ റൂമിനെ ക്രിയേറ്റ് ചെയ്യുന്നതും. ഇപ്പോൾ ഒരു ഹണിമൂൺ ഫേസിൽ എന്തുകൊണ്ടാണ് സെക്സ് നമുക്ക് അടിപൊളിയായിട്ട് ഫീൽ ചെയ്യുന്നത് വെച്ചാൽ ഡിഫറെൻറ്റ് നേച്ചറാണ്, ഡിഫറെൻ്റ് ആയിട്ടുള്ള സിറ്റുവേഷനാണ്, മൈൻഡ് വളരെ ഫ്രീ ആണ്. അപ്പോൾ നമ്മൾ ഇതിനെ അപ്ഡേറ്റ് ചെയ്യാന്ന് പറയുന്നൊരു കാര്യമുണ്ട്. സെക്സ് അപ്ഡേറ്റ് ചെയ്തില്ലെങ്കിൽ പുരുഷന് മടുക്കും. ഓക്കെ, ഓഫ് കോഴ്സ്. കാരണം പുരുഷൻ പോളിഗമിയാണ്, സ്ത്രീയും പോളിഗമി തന്നെയാണ് കേട്ടോ, അല്ലാതൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ നമ്മൾ എത്ര സ്നേഹം വേറെയാണ്, ക്രഷ് വേറെയാണ്, ലസ്റ്റ് വേറെയാണ്. ഇത് എപ്പോഴും നിലനിൽക്കണമെങ്കിൽ നമ്മൾ എഫേർട്ട് ഇട്ടേ പറ്റൂ. രണ്ടുപേരും എഫേർട്ട് ഇടുന്നിടത്താണ് അടിപൊളി. ഇതിൽ ഒരാൾ മാത്രം എഫേർട്ട് ഇട്ടാലും ബോറാവും. അപ്പം നമ്മൾ ആ എഫേർട്ട് ഇട്ട് ഒരു പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കോംപ്ലിമെൻറ്റ് ചെയ്യുക. മീൻസ് ഒരു നല്ലൊരു ഡ്രസ്സ് ഇട്ടു, അടിപൊളിയാണ് കേട്ടോ എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു ദിവസം അടിപൊളിയാവാൻ നല്ലതാണ്. നല്ല മ്യൂസിക് ഇതൊക്കെ കൊടുത്ത് നമ്മൾ അതിന് എഫേർട്ട് ഇടുമ്പോഴാണ് നമുക്ക് മടുപ്പ് വരാതിരിക്കുക. നമ്മൾ പറയുന്നത് പ്രാരാബ്ദവും പ്രശ്നങ്ങളും ബെഡ്റൂമിൽ കയറുമ്പോഴൊക്കെ ഈ പ്രശ്നങ്ങളാണ് ഇപ്പോൾ കൂടുതൽ കപ്പിൾ സെഷനിലൊക്കെ നമ്മൾ കേൾക്കുന്നതെന്ന് വെച്ചാൽ ബെഡിൽ എത്തുമ്പോഴാണ് പ്രശ്നങ്ങൾ, അടി പിടി, പിന്നെ മാറിക്കിടക്കുന്നു.